പുതിയ വിവരങ്ങളിലേക്ക് പോകാം. വിഷ്ണു, പുതിയ വിവരങ്ങൾ എന്താണ്? ഒഡീഷ, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ആ കണക്കുകൾ എങ്ങനെയാണ്? ശരത്, സംസ്ഥാനങ്ങളുടെ കണക്കുകൾ വരുമ്പോൾ അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഇത്തവണ ആം ആദ്മിക്ക് ഡൽഹിയിൽ ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. BJP ഡൽഹിയിൽ 5 മുതൽ 7 സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് വലിയ തലത്തിലൊരു ഓളമുണ്ടാക്കാൻ കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം വലിയ തലത്തിൽ ഇന്ത്യ മുന്നണി ഓളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് ഇത്തവണ ഡൽഹിയിൽ വോട്ടായി മാറുന്നില്ല എന്നതാണ് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളെ NDA പറയുന്നത് എത്ര വരെ? 5 മുതൽ 7 സീറ്റ് വരെ NDAക്കും ഇന്ത്യ സഖ്യത്തിന് 2 സീറ്റ് വരെയുമാണ് റിപ്പബ്ലിക് ഭാരത് എന്ന് വെച്ചാൽ 5 സീറ്റാണ് ആം ആദ്മി 5 സീറ്റാണ് NDA പിടിക്കുന്നതെങ്കിൽ BJP പിടിക്കുന്നതെങ്കിൽ 2 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് അല്ലേ? 5-2-7 ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. കഴിഞ്ഞ തവണ 7 സീറ്റും BJP നേടിയതാണ് എന്നുകൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതാണ്. പശ്ചിമ ബംഗാൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പശ്ചിമ ബംഗാൾ ഒരു നിമിഷം വിഷ്ണു പറഞ്ഞോളൂ. ഇന്ത്യ ന്യൂസ് ആണ് ബംഗാളിനെ കുറിച്ച് പറയുന്നത്. BJP 21, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 21 മുതൽ ശരത്ത്, ബംഗാളിൽ BJPക്ക് 21 മുതൽ 25 സീറ്റ് വരെയും തൃണമൂൽ കോൺഗ്രസിന് 16 മുതൽ 20 സീറ്റ് വരെയും കോൺഗ്രസിന് 1 സീറ്റും പ്രവചിക്കുന്നുണ്ട്. അത് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ ആണ്. ഇന്ത്യ ന്യൂസും സ്ക്രീനിൽ കാണുന്ന ഇന്ത്യ ന്യൂസ്, അപ്പുറത്ത് വിഷ്ണു പറയുന്നത് റിപ്പബ്ലിക്കും. നല്ല രസമായിട്ടുണ്ട്. എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. BJP റിപ്പബ്ലിക് എങ്ങനെയാ പറയുന്നത്? BJPക്ക് റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ പറയുന്നത് ബംഗാളിൽ BJP 21 മുതൽ 25 വരെയും തൃണമൂൽ കോൺഗ്രസ് 16 മുതൽ 20 വരെയും എന്നതാണ്. ലെഫ്റ്റിന് ഇന്ത്യ ന്യൂസ് പറയുന്നത് 19 സീറ്റ് തൃണമൂൽ, മമതയ്ക്ക് 19 സീറ്റ്, മറ്റത് 19 മുതൽ ഇത്ര സീറ്റ് വരെ എന്നാണ്. അത്രയുള്ള വ്യത്യാസം. BJP 21 എന്ന നിലയിൽ, കോൺഗ്രസിന് 2 സീറ്റ് എന്ന നിലയിലുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മറ്റേതെങ്കിലും ഉണ്ടോ പുതിയ വിവരങ്ങൾ വിഷ്ണു? ഒഡീഷയുടെ കണക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒഡീഷയുടെ കാര്യത്തിൽ BJPക്ക് അത് ഇന്ത്യ ന്യൂസ് ഡൈനാമിക് സർവേ ആണ്. ഒഡീഷയിൽ BJP 13 സീറ്റ്, ഇന്ത്യ സഖ്യത്തിന് സീറ്റൊന്നും ലഭിക്കില്ല. BJDക്ക് 8 സീറ്റ്. അത്തരത്തിലാണ് ഇന്ത്യ ന്യൂസിൻ്റെ ഒരു സർവേ ഒഡീഷയെക്കുറിച്ച് വന്നിരിക്കുന്നത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞത് പോലെ ഏറ്റവും കൂടുതൽ സർവേകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാടിനെ കുറിച്ച് തന്നെയാണ്. തമിഴ്നാട്ടിൽ TV9 ഭാരത് BJP തൂത്തുവാരും എന്ന് പറയാൻ ആർക്കെങ്കിലും ഒരു ധൈര്യം വന്നിട്ടുണ്ടോ? ഇല്ല. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് തന്നെ, അതായത് 35-ലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ഇതുവരെ പുറത്തു വരുന്ന എല്ലാ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതിലേക്ക് വരാം. രാജേന്ദ്രന്റെ കയ്യിൽ നമുക്കൊന്ന് കാണാം. ന്യൂസ് എക്സ് നാഷണൽ പറയുന്നത്, ന്യൂസ് എക്സിൻ്റെ കണക്കനുസരിച്ച് NDAക്ക് 371, ഇന്ത്യ മുന്നണിക്ക് 125, മറ്റുള്ളവർ 47. ഇതാണ് ന്യൂസ് എക്സിൻ്റെ എക്സിറ്റ് പോൾ. രാജ്യം ഭരിക്കുന്നത് വീണ്ടും BJP തന്നെ, NDA മുന്നണി തന്നെ, മോദി തന്നെ എന്നുള്ളതാണ്. 371. രാജേന്ദ്രൻ്റെ കയ്യിൽ വന്നിട്ടുള്ള പുതിയ വിവരങ്ങൾ വിഷ്ണു പറഞ്ഞതല്ലാതെ വേറെ ഏതാണ് രാജേന്ദ്രൻ? കഴിഞ്ഞ തവണ NDAക്ക് 353 സീറ്റുകളാണ് ലഭിച്ചത് 2019. അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇത്തവണ NDA കാഴ്ചവെക്കുമെന്നാണ് ഇതുവരെ പുറത്തു വന്ന എല്ലാ സർവേകളും പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ NDA മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഒറീസയിൽ BJP വലിയ തൂത്തുവാരൽ നടത്തുമെന്നാണ് ഏറെക്കുറെ എല്ലാ സർവേകളും പറയുന്നത്. അത് കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു റിസൾട്ട്, ഒരു സൂചനയാണത്. ആന്ധ്രാപ്രദേശിൽ നവീൻ പട്നായിക്കിന് കിട്ടാവുന്ന നല്ല പണി അതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ സർക്കാരിനെ ആവോളം വേണ്ട ഘട്ടത്തിലൊക്കെ സഹായിച്ച ഒരു കൂട്ടരല്ലേ? അതായത് രാഷ്ട്രീയമായി വ്യത്യസ്ത നിലപാടില്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കും. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. അതാണ് സംഭവിച്ചു. മറ്റൊന്ന്, ഈ ആന്ധ്രാപ്രദേശിൽ NDA അവിടെ വലിയ തൂത്തുവാരൽ നടത്തുന്നു. അതുപോലെ കർണാടകത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് സാധിക്കുന്നു. മഹാരാഷ്ട്രയിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നില്ല, NDAക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നില്ല, അവിടെ ഒരു ആധിപത്യം നേടാൻ സാധിക്കുന്നു. മറ്റൊന്ന്, പശ്ചിമ ബംഗാളിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അവിടെ വലിയൊരു മുന്നേറ്റമില്ല,
എങ്കിലും കഴിഞ്ഞ തവണത്തെ 18-നേക്കാൾ നിന്ന് കൂടുതൽ സീറ്റുകൾ, ചില സർവേകൾ 19 പറഞ്ഞു, ചില സർവേകൾ 21 പറയുന്നു. പക്ഷേ അവിടെ ശരിക്കും അവിടെ ഇന്ത്യ സഖ്യത്തിനെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു. അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നെല്ലാമാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അവിടെയും BJPക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എല്ലാവർക്കും നിലനിർത്താൻ പറ്റുന്നു. മറ്റൊന്ന്, രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യം 5 സീറ്റുകളിൽ വിജയിക്കുമെന്ന രീതിയിലുള്ള പ്രവചനങ്ങളും ചില സർവേകൾ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശാണ് ഏറ്റവും നിർണായകമാവുക. അവിടെ 80 സീറ്റുകളുണ്ട്. അവിടെ BJP നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയോ അതുമല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയോ ചെയ്യും. അതായിരിക്കും ഏറ്റവും നിർണായകമാവുക. ഇന്ത്യ ന്യൂസ് ഒഡീഷയെ സംബന്ധിച്ചാണ്. ഒഡീഷ ഇപ്പോൾ രാജേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. BJP 13 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ സീറ്റില്ല. BJD, നവീൻ പട്നായിക്കിൻ്റെ BJD 8 സീറ്റുകളിൽ ഒതുങ്ങും എന്ന നിലയിലുള്ള ഒഡീഷയുടെ സർവേയാണ്, എക്സിറ്റ് പോളാണ് നമ്മളിപ്പോൾ